ഹലോ എവരിവൺ, എല്ലാവർക്കും ദക്ഷിണ ലേണിങ്സിൻ്റെ CSAT ഹാക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ആവറേജ് ആണ്. ഓക്കെ, ഫൈൻ. ആവറേജ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ സ്കൂളിലെ പഠിച്ച് പരിചയമുള്ളൊരു ടോപ്പിക്കാണ് ആവറേജ്. ഓക്കെ, സോ എങ്ങനെയാണ് ആവറേജ് കാണാം? ഫോർ എക്സാമ്പിൾ, ഇവിടെ ആവറേജ് ഓഫ് 4, 6, 7, 8 നിങ്ങൾ എങ്ങനെ കാണും? ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള റൂൾ എന്താണ്? ആവറേജ്, കുറച്ച് നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? എല്ലാം ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഒരു 10 പേരുടെ ആവറേജ് ഏജ് കാണാൻ എന്ത് ചെയ്യണം? എല്ലാവരുടെ ഏജ് ആഡ് ചെയ്യാം, ഡിവൈഡഡ് ബൈ 10. 5 പേരുടെ ആവറേജ് വെയിറ്റ് കാണാൻ എന്ത് ചെയ്യണം? എല്ലാവരുടെയും വെയിറ്റ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 5. സോ ഇവിടെ അതാണ് ബേസിക് റൂൾ. അപ്പം ഇവിടെ എങ്ങനെയാണ് നമുക്ക് ആവറേജ് കാണാൻ പറ്റുക? 4. സോ ആവറേജ് ഓഫ് 4, 6, 7, 8 എന്തായിരിക്കും? 4 + 6 + 7 + 8 ഡിവൈഡഡ് ബൈ 4 അല്ലേ? സോ എന്ത് വരും? 10, 17, 25 ബൈ 4 ഈസ് ഈക്വൽ ടു 6.25. ഓക്കെ, ആൻസർ എന്താണ്? 6.25. ഫൈൻ. അപ്പം ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, so average is equal to total divided by number of terms. Okay, ഇതാണ് ആവറേജിന്റെ ബേസിക് ഇക്വേഷൻ. നമുക്ക് വേണ്ട ബേസിക് ഇക്വേഷൻ ആണ് ഇത്. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആൻഡ് നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബൈ ആവറേജ്. സോ ഇത് മൂന്നും എന്താണ്? സെയിം ഇക്വേഷൻ തന്നെയാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, സോ ഇതാണ് ആവറേജ് കാണുന്ന ഇക്വേഷൻ. സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആൻഡ് നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ ആവറേജ്. ഓക്കെ ആണോ? ഫൈൻ. അപ്പം സോ ഇതാണ് ആവറേജ് കാണാനുള്ള ബേസിക്സ്. നമുക്ക് മാത്സ് ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ലോജിക്ക് ഒക്കെയാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ആദ്യത്തെ കാര്യം ആവറേജ് ഓഫ് 22, 23, 24, 25, 26. ഓക്കെ, സോ നമുക്ക് നേരത്തെ അറിയാം ആവറേജ് കാണാൻ എങ്ങനെയാണ്? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടെ നോർമലി നമ്മൾ എങ്ങനെയാണ് ആവറേജ് കാണുക? 22 + 23 + 24 + 25 + 26 ബൈ 5 അല്ലേ? സോ പക്ഷേ ഇവിടെ അങ്ങനെ കാണേണ്ട ആവശ്യം ഇല്ല. കാരണം ഈ നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്, അടുത്തടുത്തിരിക്കുന്ന നമ്പേഴ്സ് ആണ്. 22, 23, 24, 25, 26 എന്താണ്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് അല്ലേ? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ് ആണ് നിങ്ങൾ തരുന്നതെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ട് നോക്കാം. നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ, ഓക്കെ, നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ സെൻട്രൽ ഇരിക്കുന്ന ആളായിരിക്കും ആവറേജ്. ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? നമ്പർ ഓഫ് ടേംസ് എത്രയാ? ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5 അല്ലേ? 5 അല്ലേ? 5 ആണ്. അങ്ങനെയാണെങ്കിൽ 5 എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ് അല്ലേ? ഓഡ് നമ്പർ ആകുമ്പോൾ അവിടെ സെൻട്രൽ ഒരാളുണ്ടാവും. അതാരാണ്? 24. സോ 24 ആണ് ഇവിടുത്തെ എന്ത്? ആവറേജ്. ഓക്കെ, അപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ആവറേജ് കാണാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 5 ചെയ്യേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണോ ഈവൺ ആണോ നോക്കുക. ഓഡ് ആണെങ്കിൽ സെൻട്രൽ ഇരിക്കുന്ന ആളായിരിക്കും എന്ത്? ആവറേജ്. ഇവിടെ 22, 23, 24, 25, 26ൽ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണ്, അതിൻ്റെ സെൻട്രൽ ഇരിക്കുന്ന 24 ആണ് ഇവിടുത്തെ ആവറേജ്. ഓക്കെ ആണോ? ഫൈൻ. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. 22, 23, 24, 25, 26, 27. ആവറേജ് ഓഫ് 22, 23, 24, 25, 26, 27. സോ ഇതിൻ്റെ ആവറേജ് കാണാം. ഇതും കോൺസിക്യൂട്ടീവ് പിന്നെ നമ്പേഴ്സ് ആണ് അല്ലേ? പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? നമ്പർ ഓഫ് ടേംസ് 1, 2, 3, 4, 5, 6 ആണ് അല്ലേ? 6 എന്താണ്? ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പർ ആകുമ്പോൾ ചെറിയ പ്രോബ്ലം ഉണ്ട്. സെൻട്രലിൽ 2 പേരുണ്ടാവും അല്ലേ? ആ സെൻട്രലിൽ ഇരിക്കുന്ന 2 പേര് ആരൊക്കെയാണ്? 24 and 25. ഓക്കെ, 24 and 25. അപ്പം ഇവിടെ എങ്ങനെ ആവറേജ് കാണും? ആ സെൻട്രൽ ഇരിക്കുന്ന 2 പേരുടെ ആവറേജ്, അതായത്
24 പ്ലസ് 25/2 ചെയ്താൽ മതി. ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 24.5 കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആദ്യത്തെ ലോജിക്. അതായത് നമ്പർ ഓഫ് ടേംസ് എന്താണെങ്കിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? സെൻട്രൽ ഇരിക്കുന്ന ആളെ കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ സെൻട്രൽ ഇരിക്കുന്ന 2 പേരുടെ ആവറേജ് കണ്ടാൽ മതി. ഓക്കെ ആണല്ലോ? സോ അപ്പം ഇത് നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാം. നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് ആവണം എന്നില്ല. ഒരു AP അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയാലും മതി. എന്താണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ? സെയിം കോമൺ ഡിഫറൻസ്, അടുത്തടുത്തിരിക്കുന്ന 2 നമ്പറിന്റെ ഡിഫറൻസ് സെയിം ആയി മാറുക. അതായത് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ സീരീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 20, 25, 30, 35, 40. ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ല. ഇവിടെയും നമുക്ക് സെയിം ലോജിക് അപ്ലൈ ചെയ്യാം. ഈ 20, 25, 30, 35, 40യുടെ ആവറേജ് എന്തായിരിക്കും? സെൻട്രൽ ഇരിക്കുന്ന 30 ആയിരിക്കും. ക്ലിയർ? ഫൈൻ. സോ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അപ്പം കാര്യം ശ്രദ്ധിക്കുക, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് മാത്രമല്ല, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിലും നമുക്ക് സെയിം ലോജിക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ 4. ഇഫ് ആവറേജ് മാർക്ക് ഓഫ് 4 സബ്ജക്ട് ഈസ് 40, then what is total mark? ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? എന്താണ് ടോട്ടൽ? ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പല സിറ്റുവേഷനിലും നമുക്ക് എന്ത് കാണേണ്ടി വരും? ടോട്ടൽ കാണേണ്ടി വരും. അപ്പം നമുക്ക് ആവറേജും അറിയാം, നമ്പർ ഓഫ് ടേംസും അറിയാമെങ്കിൽ അവിടെ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. സോ ഇവിടെ ടോട്ടൽ മാർക്ക് എന്തായിരിക്കും? ഇവിടെ ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് എത്രയാണ്? 40. നമ്പർ ഓഫ് സബ്ജക്ട് എത്രയാണ്? 4 ഈസ് ഈക്വൽ ടു 160. അപ്പം ഇവിടെ ടോട്ടൽ മാർക്ക് എന്തായിരിക്കും? 160 ആയിരിക്കും. സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ക്ലിയർ? ഓക്കെ, ഫൈൻ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ലോജിക്കാണ്. അപ്പം കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. ഒരു ക്ലാസ് റൂം അസ്യൂം ചെയ്യാം. ഓക്കെ, ഒരു ക്ലാസ് റൂം അസ്യൂം ചെയ്യാം. ഈ ക്ലാസ് റൂമിൽ കുറേ സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്. ഈ സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഏജ് 22 ഇയേഴ്സ് ആണ്. ഓക്കെ, സോ 22 വയസ്സാണ് ഈ ക്ലാസ് റൂമിലെ ആവറേജ് സ്റ്റുഡൻസിൻ്റെ ഏജ്. അപ്പം 22 ആവറേജ് ഉള്ള ഒരു ക്ലാസ് റൂം. ഓക്കെ, സോ ഈ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു 40 ഇയേഴ്സ് ഓൾഡ് ടീച്ചർ കയറി വരികയാണ്. ഓക്കെ, സോ 40 ഇയേഴ്സ് ഓൾഡ് ടീച്ചർ കയറി വരികയാണ്. അപ്പം 22 ആവറേജ് ഏജുള്ള ഒരു ക്ലാസ്സിലേക്ക് ആര് കയറി വരികയാണ്? 40 വയസ്സുള്ള ഒരു ടീച്ചർ കയറി വരികയാണ്. അപ്പം ഈ ആവറേജിന് എന്ത് സംഭവിക്കും? ക്ലാസ് ആവറേജ് കൂടുകയോ കുറയോ അതോ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ആവറേജിന് എന്ത് സംഭവിക്കും? ആവറേജ് കൂടും. ഓക്കെ, സോ ആവറേജ് എന്ത് ചെയ്യും? ആവറേജ് കൂടും. അപ്പം ആവറേജിനേക്കാളും വലിയ ഒരാൾ ഗ്രൂപ്പിലോട്ട് വന്നാൽ ആവറേജ് എന്ത് സംഭവിക്കും? കൂടും. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു? സെയിം ലോജിക്ക്. ഒരു ക്ലാസ് റൂം 22 ഇയേഴ്സ് ആണ് ക്ലാസ് റൂമിൻ്റെ ആവറേജ് ഏജ്. ഈ 22 ഇയേഴ്സ് ആവറേജ് ഏജുള്ള ക്ലാസ്സിൽ നിന്ന് 40 ഇയേഴ്സ് ഓൾഡ് ടീച്ചർ എന്ത് ചെയ്യാണ്? പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? 40 ഇയേഴ്സ് ഓൾഡ് ടീച്ചർ ക്ലാസ്സിലോട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. 40 ഇയേഴ്സ് ഓൾഡ് ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആവറേജ് കൂടി. അപ്പോൾ 40 ഇയേഴ്സ് ഓൾഡ് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആവറേജ് കുറയും. ഓക്കെ, സോ ആവറേജ് എന്ത് സംഭവിക്കും? ആവറേജ് കുറയും. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ. ഒരു ക്ലാസ് റൂമിൻ്റെ ആവറേജ് ഏജ് എന്താണ്? 22 ഇയേഴ്സ് ആണ്. ഓക്കെ, ഈ ക്ലാസ്സിലേക്ക് 18 വയസ്സുള്ള ഒരു സ്റ്റുഡൻറ് എന്ത് വന്നു? കയറി വന്നു. 22 ഇയേഴ്സ് ആവറേജ് ഏജുള്ള ഒരു ക്ലാസ് റൂമിലേക്ക് 18 വയസ്സുള്ള ഒരു സ്റ്റുഡൻറ് കയറി വന്നു. ആവറേജിന് എന്ത് സംഭവിക്കും? ക്ലാസ് ആവറേജ് കുറയും. സോ ആവറേജിനേക്കാളും കുറഞ്ഞ ഒരാൾ ഗ്രൂപ്പിലോട്ട് വന്നാൽ അവിടെ ടോട്ടൽ ആവറേജ് എന്ത് ചെയ്യും? കുറയും. സോ ആവറേജ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, സോ ഇനി സെയിം സിറ്റുവേഷൻ. ആവറേജ് ഏജ് 22 ഇയേഴ്സ് ആണ്. ഈ ക്ലാസ്സിൽ നിന്നും 18 വയസ്സുള്ള സ്റ്റുഡൻറ് എന്ത് ചെയ്തു? പുറത്തോട്ട് പോയി. ആവറേജ് എന്ത് ചെയ്യും? ആവറേജ് കൂടും. ഓക്കെ, സോ ആവറേജ് എന്ത് സംഭവിക്കും? ആവറേജ് കൂടും. അപ്പം ഇത് ഞാൻ വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഈ ഒരു ക്ലാസ് റൂം
ഒരു ക്ലാസ് റൂം. ഓക്കെ, 22 ആവറേജ് ഉള്ള ഒരു ക്ലാസ് റൂം, ഒരു സോഷ്യലിസ്റ്റ് സെറ്റപ്പ് ഉള്ള ഒരു ക്ലാസ് റൂം ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം അവിടെ 22 ഇയേഴ്സ് ആണ് അവിടുത്തെ ആവറേജ് ഏജ്. അപ്പം അവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും കയ്യിൽ 22 ചോക്ലേറ്റ് ഉണ്ട് എന്ന് സങ്കല്പിക്കാം. ഓക്കെ, അപ്പം എല്ലാവരുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ് ഉണ്ട്? 22 ചോക്ലേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം 40 വയസ്സ് ഏജുള്ള ടീച്ചർ ക്ലാസ്സിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? ആ ടീച്ചർ 40 ചോക്ലേറ്റും കൊണ്ടാണ് വരിക. ഓക്കെ, അവരുടെ ഏജിനനുസരിച്ചുള്ള ചോക്ലേറ്റ് ആയിരിക്കും കയ്യിൽ. ഓക്കെ, സോ ആവറേജ് ഏജ് 22 ഇയേഴ്സ് ആണെങ്കിൽ അവിടെ 22 ചോക്ലേറ്റ് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പം 40 വയസ്സുള്ള ഒരു ടീച്ചർ ക്ലാസ്സിലോട്ട് വരുമ്പോൾ അവിടെ 40 ചോക്ലേറ്റും കൊണ്ടാണ് ആര് വരിക? ടീച്ചർ വരിക. പക്ഷേ ക്ലാസ്സിലെത്തുമ്പോൾ എന്തായിരിക്കണം? സോഷ്യലിസ്റ്റ് ആയിരിക്കണം, എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം. സോ അപ്പോൾ എന്ത് ചെയ്യും? എക്സ്ട്രാ വരുന്ന 22ൻ്റെ അകത്തുനിന്ന് എക്സ്ട്രാ വരുന്ന 8ഉം 18 ചോക്ലേറ്റ് എന്ത് ചെയ്യും? ഈ 22 പേർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഒരു ഷെയർ ആർക്കും കിട്ടും? ടീച്ചർക്കും കിട്ടും. അപ്പം എല്ലാവരും ഈക്വൽ ആവും. അങ്ങനെയാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരുടെയും ഷെയർ കൂടും. ഇതാണ് ആവറേജിന് സംഭവിക്കുന്നത്. അപ്പോൾ ആ എല്ലാവരുടെയും ആവറേജ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഇനി ഈ 40 വയസ്സുള്ള ടീച്ചർ പുറത്തോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരത്തെ ടീച്ചറുടെ കയ്യിൽ നിന്ന് മേടിച്ച ചോക്ലേറ്റ് എല്ലാം തിരിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ എല്ലാവരുടെയും കയ്യിലെ ചോക്ലേറ്റിന് എന്ത് ചെയ്യും? കുറയും. സോ ആവറേജ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇനി 18 വയസ്സ് ഏജുള്ള സ്റ്റുഡൻറ്റ് കയറി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ 18 ചോക്ലേറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലെത്തുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ സ്റ്റുഡൻസും ഒരു ചെറിയൊരു ഷെയർ ചോക്ലേറ്റ് ആർക്ക് കൊടുക്കും? ഈ 18 ചോക്ലേറ്റും കൊണ്ട് വന്ന സ്റ്റുഡൻറ്റിന് കൊടുക്കും, ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെ കയ്യിലെയും ചോക്ലേറ്റിൻ്റെ ഷെയർ എന്ത് ചെയ്യും? കുറയും. ദാറ്റ് മീൻസ് ആവറേജ് കുറയും. ഓക്കെ, ഇനി ഈ 18 വയസ്സുള്ള സ്റ്റുഡൻറ്റ് പുറത്തോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയ ചോക്ലേറ്റ് എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും. ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരുടെയും കയ്യിലെ ചോക്ലേറ്റിൻ്റെ എണ്ണം കൂടും. അപ്പം ആവറേജ് എന്ത് ചെയ്യും? കൂടും. സോ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ആ കാര്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് എഴുതി വെക്കുക, ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ബേസിക് ലോജിക്കാണ്, അത് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ നെക്സ്റ്റ് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. There are 45 staff in an office. Average is 30 years. 3 persons with the age 32, 34, 36 enters the class. What is the average now? Okay. അപ്പം 45 സ്റ്റാഫുള്ള ഒരു ഓഫീസിലെ ആവറേജ് ഏജ് എത്രയാണ്? 30 ഇയേഴ്സ് ആണ്. 3 persons with age 32, 34, 36 enters the class. What is average now? ഓക്കെ, ഫൈൻ. ഇത് നമുക്ക് 2 രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്ന്, കൺവെൻഷണൽ മെത്തേഡ്. എങ്ങനെയാണോ നമ്മൾ ആവറേജ് കാണുക എന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആവറേജ് കാണാൻ നിങ്ങൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ കണ്ടുപിടിക്കണം. സോ നമുക്ക് എന്തറിയാം? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു 45 ആണ്. ഓക്കെ, ആവറേജ് എത്രയാണ്? ആവറേജ് ഈസ് ഈക്വൽ ടു 30 ആണ്. സോ ടോട്ടൽ എന്തായിരിക്കും? ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലേ? number of terms is equal to 30 into 45. Okay, 30 into 45 എന്താ വരിക? 45, 90, 135 അല്ലെ? 1350. സോ 1350 ആണ് ഇവിടുത്തെ ടോട്ടൽ ഏജ്. ഇനി എന്താ സംഭവിക്കുന്നത്? 3 persons with ഏജ് 32, 34, 36 enter the class. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ആഡ് ചെയ്യും. ടോട്ടൽ കൂടും അല്ലെ? 32, 34, 36 ടോട്ടൽ കൂടി. അപ്പോൾ എന്ത് സംഭവിക്കും? 30, 60, 90, 102 കൂടി. സോ 1452 ആയി. 90, 100, 102 കൂടി. സോ 1452 ആയി. ഇനി പുതിയ ആവറേജ് കാണണം. പുതിയ ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ 1452 ഡിവൈഡഡ് ബൈ ടോട്ടൽ 48. 45, 3, 48 ആയിട്ട് മാറും. ഓക്കെ, സോ 1452 ഡിവൈഡ് ബൈ 48 നിങ്ങൾ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 30.25 ആയിരിക്കും. ഓക്കെ, 30.25 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ആവറേജ് കാണുക. ടോട്ടൽ കണ്ടുപിടിക്കുക, അത് ആവറേജ്. പുതിയ ടോട്ടൽ കണ്ടുപിടിക്കുക, പുതിയ ആൾക്കാർ ആഡ് ചെയ്യുക, പുതിയ ടോട്ടൽ കണ്ടുപിടിക്കുക, പുതിയ ആവറേജ് കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? ഫൈൻ. ഇത് നമുക്ക് വേറൊരു രീതിയിലൂടെ ചെയ്യാം. ഈ ലോജിക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും പല സ്ഥലത്തും. ഓക്കെ, സോ ആ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചോക്ലേറ്റിൻ്റെ കേസ് എടുക്കാം. അപ്പം 30 ഇയേഴ്സ് ആണ് ആവറേജ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും 30 ചോക്ലേറ്റ് ഉണ്ടാവും അല്ലേ? അപ്പം പുതിയ 3 പേര് വന്നു, 32, 34, 36.
അവർ എത്ര ചോക്ലേറ്റ് എക്സ്ട്രാ കൊണ്ടുവന്നു? ആദ്യത്തെ ആളുടെ കയ്യിൽ 30 ആവറേജ് ആയിരുന്നു, പ്ലസ് എത്ര കൊണ്ടുവന്നു? 2 ചോക്ലേറ്റ് എക്സ്ട്രാ ഉണ്ട്. രണ്ടാമത്തെ ആളുടെ 4 ചോക്ലേറ്റ് എക്സ്ട്രാ ഉണ്ട്. മൂന്നാമത്തെ ആളുടെ കയ്യിൽ 6 ചോക്ലേറ്റ് എക്സ്ട്രാ ഉണ്ട്. ടോട്ടൽ 12 ചോക്ലേറ്റ് എക്സ്ട്രാ ഉണ്ട് അല്ലേ? ഈ 12 ചോക്ലേറ്റ് എന്ത് ചെയ്യണം? എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതല്ലേ നമ്മളെ റൂള് അല്ലേ? അപ്പം 12 ചോക്ലേറ്റ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ ആർക്കും കിട്ടും? ഈ വന്ന 3 പേർക്കും കിട്ടും. സോ 45 + 3 48. 12 ചോക്ലേറ്റ് 48 പേർക്ക് വീതിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? സോ 1/4 അല്ലേ? 12 × 4 അല്ലേ? 48 അല്ലേ? ഇസ് ഈക്വൽ ടു 0.25. അപ്പം എല്ലാവരുടെയും കയ്യിലെയും ചോക്ലേറ്റിൻ്റെ ഷെയർ എന്ത് ചെയ്തു? 0.25 കൂടി. അതായത് 30ൽ നിന്നും എന്തായിട്ട് മാറി? 30.25 ആയിട്ട് മാറി. 30ൽ നിന്നും എന്തായിട്ട് മാറി? 30.25 ആയിട്ട് മാറി. സോ ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നത്? ഓക്കെ, സോ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലെത്താൻ പറ്റും. ഓക്കെ, ഈ ലോജിക്ക് നിങ്ങൾക്ക് പല സ്ഥലത്തും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇനിയിപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, 28, 26, 24 ഇങ്ങനെ 3 പേരാണ് കയറി വന്നെങ്കിലോ? 28ഉം 26ഉം 24. അപ്പം കയറി വരുന്ന ആൾക്കാരുടെ ഏജ് ആവറേജിനേക്കാളും എന്താണ്? കുറവാണല്ലേ? അപ്പം ആവറേജ് എന്ത് ചെയ്യും? കുറയും. എത്ര കുറയും? ആദ്യത്തെ ആളുടെ ഏജ് എന്താണ്? -2 ആണ് അല്ലേ? ആവറേജ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടാമത്തെ ആളത് -4, മൂന്നാമത്തെ ആളത് -6. ടോട്ടൽ എന്താണ്? -12 ആണ്. സോ -12, ഈ -12 48 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഓരോരുത്തർക്ക് എത്ര വരും? 0.25. അപ്പോൾ അത് മൈനസ് ചെയ്യണം അല്ലേ? -0.25. അപ്പം ഏജ് എന്തായിട്ട് മാറും? 30ന്ന് 29.75 ആയിട്ട് മാറും. ക്ലിയർ? ഓക്കെ, സോ ഇനി ഇങ്ങനെയാണെങ്കിലോ, ഒരാളുടെ ഏജ് 28, രണ്ടാമത്തെ ആളുടെ ഏജ് 30, മൂന്നാമത്തെ ആളുടെ ഏജ് 32. ഇങ്ങനെയുള്ള 3 പേരാണ് ക്ലാസ്സിലോട്ട് വരുന്നതെങ്കിലോ, ഓഫീസിലോട്ട് വരുന്നതെങ്കിലോ, അപ്പം ഇയാൾക്ക് +2, ഇയാൾക്ക് 0, ഇയാൾക്ക് -2, ഇയാൾക്ക് 0, ഇയാൾക്ക് +2. നെറ്റ് ചേഞ്ച് എന്താണ്? 0 ആണ്. നെറ്റ് ചേഞ്ച് 0 ആണെങ്കിൽ ആവറേജ് എന്ത് ചെയ്യല? കൂടിയോ കുറയോ ചെയ്യില്ല, 30 തന്നെയായിരിക്കും ആവറേജ്. ഓക്കെ, അപ്പം നിങ്ങൾ എടുക്കേണ്ടത് നെറ്റ് ചേഞ്ച് ആണ്. കൂടുന്നാക്കും കുറഞ്ഞാക്കും മൈനസും കൂടിയാക്കും പോസിനും കൊടുക്കുക. ആ നെറ്റ് ചേഞ്ചിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 48 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ മൈനസ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക, പ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുക. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇത് നിങ്ങൾക്ക് പല സ്ഥലത്തും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, ഫൈൻ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? UPSC ക്വസ്റ്റ്യൻ നോക്കാം. UPSCയിൽ എങ്ങനെയാണ് ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. സോ ചോദ്യം, ആവറേജ് ഏജ് ഓഫ് എ ടീച്ചർ ആൻഡ് 3 സ്റ്റുഡൻസ് ഈസ് 20 years. ഓക്കെ, അപ്പം ഒരു ക്ലാസ്സിലെ ആവറേജ് ഏജ് ഓഫ് ടീച്ചറും 3 സ്റ്റുഡൻറ്റിൻ്റെയും ആവറേജ് എന്താണ്? 20. അതെങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ഫോമിലോട്ട് മാറ്റുക? ആവറേജ് ഏജ് ഓഫ് ടീച്ചർ, അപ്പം ടീച്ചർ ടോട്ടൽ എങ്ങനെ പഠിക്കാം? ടീച്ചർ ഏജ് പ്ലസ് സ്റ്റുഡൻറ്റ് 1ൻ്റെ ഏജ്, സ്റ്റുഡൻറ്റ് 2ൻ്റെ ഏജ്, സ്റ്റുഡൻറ്റ് 3യുടെ ഏജ്, എല്ലാവരുടെ ഏജ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി അല്ലേ? ഡിവൈഡ് ബൈ 4 നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺ 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. ടോട്ടൽ കണ്ടുപിടിക്കുക ബൈ നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു ആവറേജ്. 30 അല്ല 20. സോ ടീച്ചർ ഏജും സ്റ്റുഡൻസിൻ്റെ ഏജും ആഡ് ചെയ്യുന്നു, ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇഫ് ഓൾ ദ 3 സ്റ്റുഡൻസ് ആർ ഓഫ് സെയിം ഏജ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് ടീച്ചർ. ഓക്കെ, ഫൈൻ, അത് ആദ്യം ചെയ്യാം. ഇഫ് ഓൾ ദ 3 സ്റ്റുഡൻസ് ആർ ഓഫ് സെയിം ഏജ്, അപ്പം നമ്മൾ S1, S2, S3 എന്ന് ഇടണ്ടാലോ, കോമൺ ആയിട്ട് S ഇട്ടാൽ പോരെ അല്ലേ? അപ്പം എന്ത് സംഭവിക്കും? T + S + S + S ഇസ് ഈക്വൽ ടു 4 റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? 20 × 4 ആവും. ഓക്കെ, സോ ഇതെന്തായി? T + 3S ഇസ് ഈക്വൽ ടു 80. ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി Tയും Sനെയും ബേസ് ചെയ്തിട്ട് അല്ലേ? ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് ഈസ് 20 years. ഓക്കെ, ടീച്ചർ ഏജിൻ്റെയും സ്റ്റുഡൻറ്റിൻ്റെ ഏജിൻ്റെയും ഡിഫറൻസ് എന്താണ്? 20 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? ടീച്ചറുടെയും സ്റ്റുഡൻറ്റിൻ്റെ ഏജ് കിട്ടും. ചോദ്യം ടീച്ചറുടെ ഏജ് എന്താണെന്നാണ്. ഓക്കെ, സോൾവ് ചെയ്യാൻ അറിയാലോ. സോ ഞാൻ ചെയ്തു തരാം. സോ T + 3S ഇസ് ഈക്വൽ ടു 80, ഇക്വേഷൻ നമ്പർ 1. ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുക, എലിമിനേഷൻ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ,
ഞാൻ എന്ത് ചെയ്യുന്നു? എലിമിനേഷൻ യൂസ് ചെയ്യുന്നു. ഞാൻ 2ൻ്റെ അകത്തുനിന്ന് 1ൻ്റെ അകത്തുനിന്ന് 2 മൈനസ് ചെയ്യുന്നു. ഓക്കെ, ടി മൈനസ് ടി 0. 3s മൈനസ് എസ് 3s പ്ലസ് എസ് ഈക്വൽ ടു 4s അല്ലേ? 3s മൈനസ് എസ് 1 മൈനസ് 2 ആണ് ചെയ്യുന്നത് കേട്ടോ. 1 മൈനസ് 2 ചെയ്യുമ്പം ടി മൈനസ് ടി 0 വരും. 3s മൈനസ് എസ് എന്ത് വരും? 4s വരും. ആൻഡ് 80 മൈനസ് 20 എന്ത് വരും? 60 വരും. സോ 4s ഈസ് ഈക്വൽ ടു 60. s ഈസ് ഈക്വൽ ടു 60 by 4. So which is equal to 15. Okay, s is equal to 60 by 4 which is equal to 15. സ്റ്റുഡൻറ്റിൻ്റെ ഏജ് 15 കിട്ടി. ഇനി നമുക്ക് ടീച്ചർ ഏജ് കണ്ടുപിടിക്കാമല്ലോ. എവിടെ കൊടുത്താൽ മതി? ടി മൈനസ് എസ് ഇസ് ഈക്വൽ ടു 20. സ്റ്റുഡൻറ്റിൻ്റെ ഏജ് എന്താണ്? 15. സോ ടീച്ചർ ഏജ് എന്ത് വരും? 20 റൈറ്റ് പോകുമ്പോൾ 20 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 35. ഓക്കെ, സോ ആൻസർ എന്താണ്? 35. Okay, 35 years. Okay, good. So അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു അല്ലേ? ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. ഓക്കെ, ഫൈൻ. അപ്പം ഇതാണ് നമ്മുടെ ആവറേജിന് ഇത്രയേ ഉള്ളൂ. ആവറേജിൻ്റെ ബേസിക് അത്രയാണ്. ബാക്കി ഇക്വേഷൻ ഇൻ 2 വേരിയബിളാണ്. ഓക്കെ, ഫൈൻ. സോ ആവറേജ് ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷനാക്കി മാറ്റുന്നത്. ഓക്കെ, നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. The average weight of ABC is 40. The average weight of EBD is 42. And the weight of F is equal to that of B. What is average weight of A, B, C, D, E and F? So average weight of ABC is 40. അതെങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ഫോമിലോട്ട് മാറ്റുക? A plus B plus C by 3 is equal to 40 അല്ലേ? ആവറേജ് വെയിറ്റ് ഓഫ് എ ബി സി ഇസ് 40 എന്നിങ്ങനെയാണ് മാറ്റുക. എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 ഈസ് ഈക്വൽ ടു 40. അതിൻ്റെ അർത്ഥം എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എന്താണ്? 120. എ പ്ലസ് ബി പ്ലസ് സി എന്താണ്? 3 ആയിട്ട് പോകുന്നു, 120. ഓക്കെ, സോ ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? ബി ഡി ഇയുടെ ആവറേജ് എന്താണ്? 42 ആണ്. അപ്പം എന്ത് വരും? ബി പ്ലസ് ഡി പ്ലസ് ഇ ഈസ് ബൈ 3 ഈസ് ഈക്വൽ ടു 42. സോ ബി പ്ലസ് ഡി പ്ലസ് ഇ ഈസ് ഈക്വൽ ടു എന്ത് വരും? 42 ഇൻറ്റു 3 അല്ലേ? സോ 42 ഇൻറ്റു 3 എന്താ? 42 ഇൻറ്റു 3 2 3 6 3 12 126. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 120 ആണെന്ന് കിട്ടി. ബി പ്ലസ് ഡി പ്ലസ് ഇ ഈസ് ഈക്വൽ ടു 126 എന്നും കിട്ടി. ഓക്കെ, സോ എന്താണ് ചോദ്യം ഇനി? വാട്ട് ഈസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് എ ബി സി ഡി ഇ ആൻഡ് എഫ്? എ ബി സി ഡി ഇ ആൻഡ് എഫിൻ്റെ ആവറേജ് എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് ഡിവൈഡ് ബൈ 6 ആണ്. ഓക്കെ, സോ അവിടെ നമുക്ക് എന്തറിയാം? എ പ്ലസ് ബി പ്ലസ് സി എന്താണ്? 120 ആണ്. ഇനി ഡി പ്ലസ് ഇ പ്ലസ് എഫ് എന്താണ്? ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഡി പ്ലസ് ഇ ഉള്ളൂ, പകരം ബി ആണുള്ളത്, എഫ് ഇല്ല അല്ലേ? പക്ഷെ അവിടെ എന്ത് പറയുന്നുണ്ട്? എഫ് ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ബി എ റീപ്ലേസ് ചെയ്ത് എന്ത് വെക്കാം? എഫ് വെക്കാം അല്ലേ? അപ്പം ഡി പ്ലസ് ഇ പ്ലസ് എഫ് ആയില്ലേ? എന്താണ്? 126. ഡി പ്ലസ് ഇ പ്ലസ് എഫ് എന്താണ്? 126 ബൈ 6. ഇതാണ് ആൻസർ. എന്ത് വരും? 246 by 6 അല്ലേ? 246 by 6 എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യാം 3 1 2 3. ഓക്കെ, 1 2 3 ഡിവൈഡ് ബൈ 3 എന്താ വരിക? 3 12. സോ ബാക്കി 1. ഓക്കെ, ബാക്കി റിമൈൻഡർ 3. ഓക്കെ, 0 0 സോറി 3 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. സോ ബാക്കി 1 0 എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഒരു 3 3. ഓക്കെ, ഫൈൻ. സോറി. അപ്പം 123 ഡിവൈഡ് ബൈ 3 എന്ത് വരും? 41. ഓക്കെ, സോ ആൻസർ എന്ത് വരും? 41. സോ ആൻസർ എന്താണ്? സി, 41. ഓക്കെ, ഫൈൻ. അപ്പം നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഇക്വേഷൻ, ഏത്? ടോട്ടൽ ബൈ
നമ്പർ ഓഫ് ടേംസ് ആണ് ആവറേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രം മതി നമുക്ക് ആൻസർ എത്താൻ. പിന്നെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, എഫിനെ ബി പ്ലസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ ആൻസർ എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ ആവറേജ് കിട്ടും. സോ ഇങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ആവറേജ് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫൈൻ. ഇനി നമുക്കൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, there are two classes A and B having 25 and 30 students respectively. Okay, in class A the highest score is 21 and lowest score is 70. In class B highest score is 30 and lowest score is 22. Four students are shifted from class A to class B. Consider the following statement: the average score of class B will definitely decrease, the average score of class A will definitely increase. Okay, so നമുക്കത് എന്താണ് സംഭവം എന്നുള്ളതൊന്ന് എഴുതി നോക്കാം. There are two class A and class B. Class A and class B. So class A 25 students ഉണ്ട്, class B എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 30 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ക്ലാസ് എയിലെ ഹയസ്റ്റ് സ്കോർ എന്താണ്, ഹയസ്റ്റ് സ്കോർ 21 ആണ്, ലോവസ്റ്റ് സ്കോർ എന്താണ് 17 ആണ്. ക്ലാസ് ബിയിലെ ഹയസ്റ്റ് സ്കോർ എന്താണ് 30 ആണ്, ലോവസ്റ്റ് സ്കോർ എന്താണ് 22 ആണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, ഫോർ സ്റ്റുഡൻസ് ആർ ഷിഫ്റ്റഡ് ഫ്രം ക്ലാസ് എ ടു ക്ലാസ് ബി. ഓക്കെ, 4 students are shifted to class A from class B. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പം ഇവിടെ നോക്കേണ്ട കാര്യം, ഈ രണ്ട് നമ്പറും നിങ്ങളെ ചുമ്മാ കൺഫ്യൂഷൻ ആക്കാൻ തന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ടീച്ചർ ഒരു ക്ലാസ്സിലോട്ട് ടീച്ചർ കയറി വന്നു, സ്റ്റുഡൻസ് പുറത്തുപോയി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആവറേജ് കൂടുകയും കുറയുകയും ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ക്ലാസ്സിലെ നമ്പേഴ്സ് സ്റ്റുഡൻസിൻ്റെ എണ്ണം അവിടെ മെൻഷൻ ചെയ്തിരുന്നോ? ഇല്ല. ആവറേജ് കൂടുകയും കുറയുകയും ചെയ്യുക, ഒരു ഗ്രൂപ്പിൽ ആവറേജ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് വരുന്ന ആൾക്കാരുടെ ആവറേജിനെയും അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ ഏജ് ആവറേജിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നതിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ആവറേജ്, ഒരു ക്ലാസ്സിൽ ആവറേജ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, വരികയും പോവുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഏജ് അല്ലെങ്കിൽ അയാളുടെ മാർക്ക് ആവറേജിനേക്കാളും കൂടുതലാണോ ആവറേജിനേക്കാളും കുറവാണോ എന്ന് മാത്രം, അതിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അവിടെ ക്ലാസ്സിലെ എണ്ണം ഒരു മാറ്ററേ അല്ല. ഓക്കെ, ക്ലാസ്സിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാറ്റർ ആവും എപ്പോൾ ടോട്ടൽ കാണും. ഓക്കെ, ടോട്ടൽ കാണേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്, അവിടെ പ്രശ്നം വരും. അല്ലാതെ ആവറേജ് കൂടുകയും കുറയുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ ഒരിക്കലും ക്ലാസ്സിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്തല്ല ഒരു പ്രശ്നമല്ല. ഈ രണ്ട് നമ്പറും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി വെറുതെ തന്ന നമ്പറാണ്, അതുകൊണ്ടൊരു കാര്യമില്ല. ഓക്കെ, ഇനി ക്ലാസ് എയിലെ ഹയസ്റ്റ് സ്കോർ 21 ആണ്, ലോവസ്റ്റ് സ്കോർ 17 ആണ് അല്ലേ. അപ്പം ക്ലാസ്സിലെ ആവറേജ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്തറിയാം, ഇൻ ബിറ്റ്വീൻ ഏത് നമ്പറാണ് 17 and 21 ആണ്. ക്ലാസ് എയിലെ ആവറേജ് 17നേക്കാളും കൂടുതലായിരിക്കും അല്ലേ, ശരിയല്ലേ? കാരണം ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ നമ്പറിൽ വരുന്ന സംഭവം അല്ലേ. അപ്പോൾ 17നേക്കാളും കൂടുതലായിരിക്കും, 21നേക്കാളും കുറവായിരിക്കും. സോ ആവറേജ് ഓഫ് ക്ലാസ് എ മസ്റ്റ് ബി ലെസ് ദാൻ 21 ആൻഡ് ഗ്രേറ്റർ ദാൻ 17. ഓക്കെ, ഇനി എന്താണ്, വാട്ട് അബൌട്ട് ദ ആവറേജ് ഓഫ് ക്ലാസ് ബി? ക്ലാസ് ബിയിലെ ആവറേജ് ഈസ് ഗ്രേറ്റർ ദാൻ 22 ആൻഡ് ലെസ് ദാൻ 30. ഓക്കെ, ഇൻ ബിറ്റ്വീൻ 30 ആൻഡ് 22 ആയിരിക്കും, 22 ആൻഡ് 30 ആയിരിക്കും എവിടുത്തെ ആവറേജ്, ക്ലാസ് ബിയിൽ ആവറേജ്. ഓക്കെ, ക്ലിയർ ആണോ? ഫൈൻ. അപ്പം ക്ലിയർ ആണല്ലോ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ക്ലാസ് എയിൽ ആവറേജ് 17-നും 21-ൻ്റെ ഇടയിലൊരു നമ്പർ ആയിരിക്കും, ക്ലാസ് ബിയിൽ ആവറേജ് 20-നും 30-ൻ്റെയും ഇടയിലൊരു ആവറേജ് ആയിരിക്കും. ഓക്കെ, ഇനി 4 സ്റ്റുഡൻസ് ക്ലാസ് എയിൽ നിന്ന് ക്ലാസ് ബിയിലോട്ട് പോകുന്നു. ഓക്കെ ആണോ? സ്റ്റേറ്റ്മെന്റ് 1, ദി ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് ബി വിൽ ഡെഫിനിറ്റ്ലി ഡിക്രീസ്. ക്ലാസ് ബിയിലെ ആവറേജ് ഡെഫിനിറ്റ്ലി ഡിക്രീസ് ആണെന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. എന്തുകൊണ്ട് ശരിയാണ്? ഈ ക്ലാസ് ബിയിലേക്ക് വരുന്ന ഈ 4 പേരുടെയും മാർക്ക് ക്ലാസ് ബിയിലെ ആവറേജിനേക്കാളും കുറവായിരിക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. കുറവായിരിക്കുമോ? കുറവായിരിക്കും. കാരണം എന്താ, ഇവിടുത്തെ മാക്സിമം മാർക്ക് 21 ആണ്. അപ്പം ഈ പോകുന്ന ആൾക്കാരുടെ മാക്സിമം മാർക്ക് എത്രയായിരിക്കും? 21 ആയിരിക്കും. അങ്ങനെ മാക്സിമം മാർക്കുള്ള ആൾക്കാർ, അവിടുത്തെ ടോപ്പേഴ്സ്, ക്ലാസ് എയിലെ ടോപ്പേഴ്സ് തന്നെ പുറത്തോട്ട് പോയാലും അതെന്തായിരിക്കും? ക്ലാസ് ബിയിലെ ആവറേജിനേക്കാളും ചെറിയ മാർക്കാണ് അല്ലേ. ക്ലാസ് ബിയിലെ ആവറേജ് 22-ൻ്റെ മേലെയാണ്.
അപ്പം വരുന്ന 4 പേരുടെയും മാർക്ക് ക്ലാസ് ബിയിലെ ആവറേജിനേക്കാളും കുറവാണ് എന്നുള്ളത് 100% ഷുവറാണ്. ശരിയല്ലേ? അപ്പം ആവറേജിനേക്കാളും ചെറിയ ആൾക്കാർ ഗ്രൂപ്പിലോട്ട് വന്നാൽ എന്ത് സംഭവിക്കും? ആവറേജ് കുറയും. ഡെഫിനറ്റ്ലി ഡിക്രീസ് ചെയ്യോ? ഡെഫിനറ്റ്ലി ഡിക്രീസ് ചെയ്യും. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദി ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് എ വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ്. ക്ലാസ് എന്റെ അകത്തുനിന്ന് 4 പേര് പോയി. അങ്ങനെയാണെങ്കിൽ ക്ലാസ് എയിലെ ആവറേജ് ഡെഫിനറ്റ്ലി ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ശരിയാണോ? അല്ല. കാരണം എന്താ? ഈ പോകുന്ന ആൾക്കാരൊക്കെ ടോപ്പേഴ്സ് ആണെങ്കിൽ 21 മാർക്കുള്ള ആൾക്കാരാണെങ്കിൽ ക്ലാസ് എയിൽ ആവറേജ് കുറയും അല്ലെ? ഇനി പോകുന്നവരൊക്കെ ക്ലാസ് ആവറേജിനേക്കാളും ചെറിയ പഠിക്കാത്തവരാണെങ്കിലോ 17 മാർക്കുള്ളവരാണെങ്കിലോ ക്ലാസ് എയിൽ ആവറേജ് കൂടും അല്ലെ? അപ്പം അതാ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ക്ലാസ് എയിൽ ആവറേജ് ഈ പോകുന്ന 4 പേരുടെ മാർക്ക് ക്ലാസ് എയിലെ ആവറേജിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമുക്കത് ഡെഫിനറ്റ്ലി ഇൻക്രീസ് ആണെന്നോ ഡെഫിനറ്റ്ലി ഡിക്രീസ് ആണെന്നോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. സോ ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ ആവറേജ് സ്കോർ ഓഫ് എ ക്ലാസ് എ വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ? സോ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ എ 1 ഓൺലി. ഓപ്ഷൻ എ 1 ഓൺലി. ഇത് ഒരു സിമ്പിൾ, നമുക്ക് ഈ ലോജിക്ക് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അപ്പം നമ്മൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട സെയിം ലോജിക്കാണ്. ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് പുറത്തോട്ടും അകത്തോട്ടും വരുമ്പം ആവറേജിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഒരു സിമിലർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നമുക്ക് ലോജിക്ക് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ എ ക്ലാസ് there are 3 groups A, B, C. If 1 student from group A and 2 students from group B are shifted to group C, then what happened to the average weight of the student of the class? Okay, fine. It increases, it decreases, remains same, no conclusion can be drawn, sufficient data. Okay, fine. So ഒരു classroom 3 group A, B, C, 1 student from group A and 2 students from group B is shifted to group C. Okay, then what happens to the average weight of the students of the class? Okay, ക്ലാസിന്റെ ആവറേജ് വെയിറ്റ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ എന്താ? ഇറ്റ് റിമെയിൻസ് സെയിം. കാരണം എന്താ? ക്ലാസിന്റെ ആവറേജ് കൂടുകയും കുറയുകയും ചെയ്യണമെങ്കിൽ ക്ലാസിന്റെ അകത്തേക്ക് ആരെങ്കിലും വരണം, അല്ലെങ്കിൽ ക്ലാസിന്റെ പുറത്തോട്ട് ആരെങ്കിലും പോകണം. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ക്ലാസ് എയുടെ അകത്തുള്ള ഗ്രൂപ്പ് അല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ലേ ഉള്ളൂ. ക്ലാസ് എന്ന് പുറത്തോട്ടോ അകത്തോട്ടോ ആരും വരികയോ പോവുകയോ ചെയ്യുന്നില്ലല്ലോ. സോ ഇറ്റ് റിമെയിൻസ് സെയിം. ഓക്കെ, ഫൈൻ. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നെങ്കിലോ, വാട്ട് ഹാപ്പൻസ് ടു ദി ആവറേജ് വെയിറ്റ് ഓഫ് ദ സ്റ്റുഡന്റ് ഓഫ് ദ ഗ്രൂപ്പ് സി എന്നായിരുന്നെങ്കിലോ? അപ്പം ആൻസർ എന്താണ്? നോ കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോ ആണ്. കാരണം എന്താ? ആ വരുന്ന ആൾക്കാർ, നമുക്ക് ക്ലാസ്സിൽ സിയിൽ ആവറേജ് അറിയണം, വരുന്ന ആൾക്കാരുടെ ആവറേജ് കൂടുതലാണോ കുറവാണെന്ന് അറിയണം, എന്നാലേ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റൂ. സോ എന്തായിരിക്കും? നോ കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് ഡാറ്റ ആയിരിക്കും ക്ലാസ് സി ഗ്രൂപ്പ് സി എന്നായിരുന്നെങ്കിൽ. ഓക്കെ, സോ ഇപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? സ്റ്റുഡൻസ് ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. There are 13 2-digit consecutive odd numbers. If 39 is the mean of the first 5 such numbers, then what is the mean of all the 13 numbers? Okay, so okay, consecutive numbers അല്ലേ? അപ്പം നമ്മൾ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം അവലേക്ക്. ഓക്കെ, കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്തായിരുന്നു? ഇഫ് നമ്പേഴ്സ് ആർ പിന്നെ ഈവൺ നമ്പേഴ്സ്, ഓക്കെ, നമ്പർ ഓഫ് ടേംസ് ഈസ് ഓഡ്, ദെൻ മിഡിൽ നമ്പർ ആയിരിക്കും ഇത് ആവറേജ്. ഇഫ് നമ്പർ ഓഫ് ടേംസ് ഈസ് ഈവൺ, ആവറേജ് ഓഫ് 2 എന്താണ് മിഡിൽ നമ്പേഴ്സ്. ഓക്കെ, ഫൈൻ. അപ്പം അതാണ് നമ്മുടെ ലോജിക്ക്. അപ്പം ഇവിടെ ആ ഒരു ലോജിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, there are 13 2-digit കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ്. ഓക്കെ, 2 ഡിജിറ്റ് ആണ്, കോൺസിക്യൂട്ടീവ് ആണ്, അടുത്തടുത്തിരിക്കുന്ന നമ്പേഴ്സ് ആണ്, ഓഡ് നമ്പേഴ്സ് ആണ്, ഈവൺ നമ്പേഴ്സ് ഇല്ല. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് 13 എണ്ണം. ഇഫ് 39 ഈസ് ഓക്കെ മീൻ, ഇത് നിങ്ങൾ എല്ലാ സ്ഥലത്തും കാണാം. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് തന്നെയാണ്. UPSC ക്വസ്റ്റ്യൻ പേപ്പർ പല സ്ഥലത്തും മീൻ എന്ന് കാണാറുണ്ട്. മീൻ എന്ത് തന്നെയാണ്? ആവറേജ്. ആ മീൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെ കണ്ടാൽ മതി? ആവറേജ് തന്നെ കണ്ടാൽ മതി. ഓക്കെ, അവിടെ കൺഫ്യൂഷൻ ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. സോ 39 ഈസ് എ മീൻ ഓഫ് ദ ഫസ്റ്റ് 5 സച്ച് നമ്പർ. ആദ്യത്തെ 5 നമ്പറിന്റെ മീൻ ഓർ ആവറേജ് 13 ആണ്.
ഓക്കെ, എന്താണ് ആ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ് വരിക? സെൻട്രൽ നമ്പർ. സോ ആദ്യത്തെ 5 നമ്പറിന്റെ മീൻ 39 ആണെങ്കിൽ 39 അവിടുത്തെ സെൻട്രൽ ഇരിക്കുന്ന ആളായിരിക്കും. ശരിയല്ലേ? കാരണം സെൻട്രൽ ഇരിക്കുന്ന ആളാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ്. അപ്പൊ 39 ആണ് ആവറേജ്, 39 ആണ് സെൻട്രൽ ഇരിക്കുന്ന ആള് ആദ്യത്തെ 5 നമ്പേഴ്സിന്റെ. അപ്പൊ 39ന്റെ സൈഡിൽ ആരൊക്കെ ഉണ്ടാവും? ലെഫ്റ്റ് സൈഡിൽ 2 പേരുണ്ടാവും. ഏതാ? 37. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ്, ഓഡ് നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. 35 ആൻഡ് 41, 43. ഇതാണ് ആദ്യത്തെ 5 നമ്പർ. ഇനി ബാക്കി 13 നമ്പേഴ്സ് നമുക്ക് എഴുതിക്കൂടെ? അല്ലെ? എന്ത് വരും? 43, 5, 6, 7, 8, 9, 10, 11, 12, 13 അല്ലെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഇതാണ് ആ 13 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. സോ ഇതിന്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? ഇതിന്റെ മിഡിൽ ഇരിക്കുന്ന ആളെ കണ്ടുപിടിക്കുക. സോ 3 ആൾക്കാരെ ഞാൻ ഇവിടെ തട്ടുന്നു. സോ 2 പേരെ ഇവിടെ ഒഴിവാക്കുന്നു. ഓക്കെ, സോ ഇവരെ സെൻട്രൽ ആരായിരിക്കുന്നത്? 47. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താ? 47. ക്ലിയർ ആണോ? ഓക്കെ, സോ അപ്പം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വരുന്ന കേസിൽ നമുക്ക് ഈ ഒരു ലോജിക് അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? സെൻട്രൽ ഇരിക്കുന്ന ആളെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഫൈൻ, ഗുഡ്. ക്രിക്കറ്റിൻ്റെ ഇന്നിങ്സിനൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്രിക്കറ്റ് ഇന്നിങ്സിനും സെയിം ആവറേജ് മെത്തേഡ് തന്നെയാണ്. നമ്പർ ഓഫ് റൺസ് ബൈ നമ്പർ ഓഫ് ഇന്നിങ്സ് ആണ് ഇത് ആവറേജ് വരിക. ബോളിംഗ് ആവറേജിൽ ഡിഫറൻസ് ഉണ്ട്. അവിടെ ബോളിംഗ് ആവറേജ് വരുന്നത് വിക്കറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ കൺസിഡർഡ് ആണ്. അപ്പം വിട്ടുകൊടുത്ത റണ്ണ് ടോട്ടൽ റൺസ് ഡിവൈഡഡ് ബൈ വിക്കറ്റ്. ഓക്കെ, വിട്ടുകൊടുത്ത റൺസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വിക്കറ്റ് ആയിരിക്കും. അപ്പം ബെസ്റ്റ് ബൗളർ എന്ന് പറയുമ്പോൾ എന്താണ്? കുറഞ്ഞ ആവറേജുള്ള ആളായിരിക്കും അല്ലേ? അതായത് ന്യൂമറേറ്റർ ചെറുതായിരിക്കുക, ഡിനോമിനേറ്റർ വലുതായിരിക്കുക അല്ലേ? അതായത് കൂടുതൽ വിക്കറ്റ് എന്ത് ചെയ്യുക? നേടുക, കുറച്ച് റൺസ് മാത്രം വിട്ടുകൊടുക്കുക. അപ്പം കുറഞ്ഞ ആവറേജുള്ള ആളായിരിക്കും ബെസ്റ്റ് ബൗളർ. സോ അപ്പം വിട്ടുകൊടുത്ത റൺ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വിക്കറ്റ്സ് ആണ് ബോളിംഗ് ആവറേജ്. ഇതുവരെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. പിന്നെ ഓക്കെ, പിന്നെ വേറൊരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ആവറേജ് കൺസെപ്റ്റിലൊരു സംഭവമാണ് സ്ട്രൈക്ക് റേറ്റ്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റൺസ് ഡിവൈഡഡ് ബൈ ബോൾ അല്ലേ? സോ 100 ബോളിൽ നിന്ന് 100 റൺസ് എടുത്താൽ ഇൻറ്റു 100 ചെയ്യുക, 100 ആയിരിക്കും സ്ട്രൈക്ക് റേറ്റ്. ഓക്കെ, സോ അപ്പം 50 ബോളിൽ നിന്നാണ് 100 എടുക്കുന്നതെങ്കിൽ 200 ആയിരിക്കും സ്ട്രൈക്ക് റേറ്റ്. ഓക്കെ, ഇനി 200 ബോളിൽ നിന്ന് 100 എടുത്താലോ 50 ആയിരിക്കും സ്ട്രൈക്ക് റേറ്റ്. ഓക്കെ, സോ അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോൾ ഫേസ്ഡ് ആണ്. അപ്പം അങ്ങനെ കുറച്ച് കൺസെപ്റ്റുകൾ അവിടെ ക്രിക്കറ്റിലുണ്ട്. സോ ക്രിക്കറ്റിൻ്റെ നോർമൽ ആവറേജ് എന്താണ്? നമ്പർ ഓഫ് റൺസ് ഡിവൈഡഡ് ബൈ ഇന്നിങ്സ് ആണ്. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതുവരെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. ആ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ബാറ്റ്സ്മാൻ ഈസ് നോട്ട് ഔട്ട്, പിന്നെ അങ്ങനെയാണെങ്കിൽ ആ ഇന്നിങ്സ് എന്ത് ചെയ്യല? നമ്പർ ഓഫ് ഇന്നിങ്സിനകത്ത് കൗണ്ട് ചെയ്യല. അതായത് ഫോർ എക്സാമ്പിൾ വിരാട് കോഹ്ലി 1000 റൺസ് 10 ഇന്നിങ്സിൽ നിന്ന് എടുത്തു. ഓക്കെ, സോ അപ്പം വിരാട് കോഹ്ലിയുടെ പിന്നെ റൺസ് എന്താ? ഒരു 20 ഇന്നിങ്സ് ആയിരിക്കുമല്ലോ. 20 ഇന്നിങ്സിൽ നിന്ന് 1000 റൺസ് എടുത്തു വിരാട് കോഹ്ലി. ഓക്കെ, സോ അപ്പം വിരാട് കോഹ്ലിയുടെ ആവറേജ് എന്തായിരിക്കും? 50 ആയിരിക്കും. ഫൈൻ. ഇനി വിരാട് കോഹ്ലി 20 ഇന്നിങ്സിൽ നിന്ന് 1000 റൺസ് എടുത്തു. 10 ഇന്നിങ്സിൽ കോഹ്ലി നോട്ട് ഔട്ട് ആയിരുന്നു എന്ന് സങ്കല്പിക്കാം. ഓക്കെ, 10 ഇന്നിങ്സിൽ നോട്ട് ഔട്ട് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ കോഹ്ലിയുടെ ആവറേജ് എന്തായിരിക്കും? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് അറിയുക? സോ 1000 ഡിവൈഡഡ് ബൈ 10, അതായത് ഔട്ടായ ഇന്നിങ്സ് മാത്രമേ ഇന്നിങ്സ് ആയിട്ട് കാണൂ, ഈസ് ഈക്വൽ ടു 100 ആയിരിക്കും. ഓക്കെ, അപ്പം കോഹ്ലി 2 ഇന്നിങ്സിലും കോഹ്ലി രണ്ട് സിറ്റുവേഷനിലും കോഹ്ലി 1000 റണ്ണ് മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ ഫസ്റ്റിൽ പിന്നെ ആവറേജ് 50ഉം സെക്കൻഡിൽ 100ഉം ആണ്. എന്തുകൊണ്ടാണ്? ആദ്യത്തേതിൽ കംപ്ലീറ്റ് 20 ഇന്നിങ്സിൽ ഔട്ടായി, രണ്ടാമത്തേതിൽ 10 ഇന്നിങ്സിൽ നോട്ട് ഔട്ട് ആയിരുന്നു. അപ്പോൾ നോട്ട് ഔട്ട് ഇന്നിങ്സ് കൺസിഡർ ചെയ്യല എന്നുള്ളൊരു കൺസെപ്റ്റ് ക്രിക്കറ്റിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. UPSC ഇതുവരെ അങ്ങനെ ആ രീതിയിലോട്ട് ഫ്രെയിമിങ് പോയില്ല. ഓക്കെ, സോ നോർമലി ആവറേജ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ റൺസ് ഡിവൈഡ് ബൈ ഇന്നിങ്സ് ആണ്. ഓക്കെ, ആ കാര്യം ഓർത്ത് നോക്കാം. ഫൈൻ. ഇനി നമുക്ക് നോക്കാം. ദി ആവറേജ് സ്കോർ ഓഫ് എ ബാറ്റ്സ്മാൻ ആഫ്റ്റർ ഹിസ് 15th ഇന്നിങ്സ് വാസ് 46.4. ഓക്കെ, അപ്പം 50 ഇന്നിങ്സ് കഴിഞ്ഞപ്പം ആവറേജ് സ്കോർ 46.4 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ റൺസ് കണ്ടുപിടിച്ചൂടെ? സോ 50 ഇന്നിങ്സ് അല്ലേ? സോ ഒന്നാമത്തെ ഇന്നിങ്സ് 50ാമത്തെ ഇന്നിങ്സ്. ഇവിടം വരെ ആവറേജ് എത്രയായിരുന്നു? ആവറേജ് ഇസ് ഈക്വൽ ടു ആവറേജ് 46.4 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ റൺസ് എത്രയായിരിക്കും?
total is equal to 46.4 into 50 അല്ലേ. സോ എന്ത് വരും 2320 വരും. ഓക്കെ, സോ 100 ചെയ്യാം ബൈ 2 ചെയ്യാം 2320. അപ്പം ടോട്ടൽ റൺസ് 2320 ആണ്. അപ്പോൾ ആവറേജ് നമ്പർ ഓഫ് ഇന്നിങ്സും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ റൺസ് കണ്ടുപിടിക്കാം. അപ്പോൾ 50 ഇന്നിങ്സ് വരെ 2320 റൺസ് എടുത്തു. 16th ഇന്നിങ്സ് ആയി, അപ്പം ഇവിടുന്ന് ഇവിടം വരെ വന്നു 16th ആയി. അപ്പം ഇവിടം വരെയുള്ള ആവറേജ് എന്തായി? 2.6 കൂടി 46.4 പ്ലസ് 2.6, എന്നാൽ 10 ബാക്കി 1 9 49. സോ ഇവിടെ എന്തായി? ആവറേജ് 49 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ റൺസ് കണ്ടുകൂടെ? എന്ത് ചെയ്താൽ മതി? 49 into 60 ചെയ്താൽ മതി അല്ലേ. 54 5 4 6 24 29 290 2940. സോ ഇവിടെ ടോട്ടൽ എന്തായിരിക്കും? = 2940. സോ അപ്പോൾ സിമ്പിൾ, ഒന്നും ചെയ്തില്ല, നമുക്ക് ആവറേജ് അറിയാം, നമ്പർ ഓഫ് ഇന്നിങ്സ് അറിയാം, അപ്പോൾ ടോട്ടൽ റൺസ് കണ്ടുപിടിച്ചു. അപ്പം 50 ഇന്നിങ്സ് വരെ എന്തായിരുന്നു അങ്ങേരുടെ സ്കോർ? 2320 ആയിരുന്നു. 60 ഇന്നിങ്സ് ആയപ്പോൾ അങ്ങേരുടെ സ്കോർ എന്താണ്? 2940 ആണ്. വാട്ട് ഈസ് ഹിസ് ആവറേജ് സ്കോർ ഇൻ ലാസ്റ്റ് 10 ഇന്നിങ്സ്? അപ്പോൾ ലാസ്റ്റ് 10 ഇന്നിങ്സിലെ സ്കോർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സ്കോറിൻ്റെ അകത്തുനിന്ന് 2050 വരെയുള്ളത് മൈനസ് ചെയ്താൽ പോരെ അല്ലേ. സോ ഇവിടം വരെ 2320 ആണ്, ഇവിടം വരെ 2940 ആണ്. സോ 2940 മൈനസ് 2320, സോ എന്ത് വരും? 620 റൺസ്. സോ ലാസ്റ്റ് 10 ഇന്നിങ്സിൽ അങ്ങേര് 620 റൺസ് സ്കോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആവറേജ് എന്തായിരിക്കും? 620/10 62. ഓക്കെ, 62. ഫൈൻ, ബേസിക് ആവറേജ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ആവറേജിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്. ലോജിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതേപോലെ ബേസിക് ആവറേജിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബാക്കി ക്വസ്റ്റ്യൻസ് ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ദി ആവറേജ് മാർക്ക് ഓഫ് 100 സ്റ്റുഡൻസ് are given by 40. It was found later that marks of one student were 53, which were misread as 83. Okay, so it was found later that the mark of one student were 53, which were misread as 83. The correct mark, mean mark is. Okay, ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ലോജിക്കലി ചെയ്യാം, അതാണ് ബെറ്റർ. ആദ്യം നമുക്ക് കൺവെൻഷനലി ചെയ്തു നോക്കാം അല്ലേ. സോ അപ്പം ആവറേജ് മാർക്ക് എന്താണ്? 100 സ്റ്റുഡൻസിൻ്റെ ആവറേജ് മാർക്ക് 40 ആണ്. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ ഈസ് ഈക്വൽ ടു 100 into 40 ഈസ് ഈക്വൽ ടു 4000. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് മാർക്ക് സ്റ്റുഡൻറ്റ് വാസ് 53. അപ്പം 53 ഉള്ളൂ. അപ്പം പക്ഷേ 83 എൻ്റർ ചെയ്തു പോയി. അപ്പം അത് കറക്റ്റ് ചെയ്യണം അല്ലേ. അപ്പം 4000 നിന്ന് എന്ത് ചെയ്യണം? 4000 നിന്ന് 83 മൈനസ് ചെയ്യണം അല്ലേ. 7 ബാക്കി 1 9 10 ബാക്കി 1 9 39. എന്നിട്ട് എന്ത് ആഡ് ചെയ്യണം? കറക്റ്റ് മാർക്ക് ആഡ് ചെയ്യണം. സോ 10 ബാക്കി 1 7 9 3. സോ 3970. ഇനി പുതിയ ആവറേജ് കാണണം. 3970/100 എന്ത് ചെയ്താൽ മതി? 2 ഡെസിമൽ വാല്യൂ മാറ്റി കുത്തിട്ടാൽ മതി അല്ലേ. സോ 39.7. സോ ആൻസർ എന്താണ്? 39.7. ഫൈൻ. ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ടോട്ടൽ കണ്ടുപിടിക്കാം, റോങ് ആയിട്ടുള്ളത് മൈനസ് ചെയ്യുക, കറക്റ്റ് ആഡ് ചെയ്യുക, ആവറേജ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ലോജിക്കലി അത് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നമ്മൾ 40 ആവറേജ് ആയിരുന്നു അല്ലേ. 40ൻ്റെ അകത്ത് ആവറേജുള്ള സ്ഥലത്ത് നിന്ന് 83 മൈനസ് ചെയ്തിട്ട് എന്ത് ആഡ് ചെയ്യുന്നു? 50 ആഡ് ചെയ്യുന്നു. 83 മൈനസ് ചെയ്യുന്നു, 50 ആഡ് ചെയ്യുന്നു. അപ്പം നെറ്റ് ചേഞ്ച് എന്താണ്? 83 മൈനസ് ചെയ്യുന്നു, 53 ആഡ് ചെയ്യുന്നു. സോ നെറ്റ് ചേഞ്ച് -30 ആണ്. സോ -30 ആണ്, അതായത് മാർക്ക് കുറഞ്ഞു അല്ലേ. അപ്പം നെറ്റ് ചേഞ്ച് എന്താണ്? കുറഞ്ഞു. അപ്പോൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കുറയും? ആവറേജ് കുറയും അല്ലേ. സോ ടോട്ടൽ എന്താണ്? വലിയൊരാൾ പോയിട്ട് ചെറിയൊരാളാണ് വരുന്നത്. ഓഫ് കോഴ്സ് എന്ത് ചെയ്യും? ആവറേജ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും? 40യും 43 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് 39 or 33. ഇനി ഈ 30 എത്ര പേർക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 100 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. സോ എന്ത് വരും? 0.3. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുടെ കയ്യിൽ നിന്നും ആവറേജ് എന്ത് ചെയ്യും? 0.3ൻ്റെ കുറവുണ്ടാവും. സോ 40 എന്തായിട്ട് മാറും? 0.3 കുറഞ്ഞാൽ 39.7 ആയിട്ട് മാറും. ഓക്കെ, സോ അങ്ങനെയും നമുക്ക് 39.7 എത്താം. ഓക്കെ,
നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട്. ഓക്കെ, സോ ഇനി ചെയ്യേണ്ട കാര്യം UPSC ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം, ഞാൻ ക്വസ്റ്റ്യൻസ് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്നിട്ട് വർക്കൗട്ട് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും PYQ എല്ലാം വർക്കൗട്ട് ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ പിന്നെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് പോവാം. അപ്പം ആവറേജിൻ്റെ ടോപ്പിക്ക് നമുക്ക് ഇപ്പം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് കാണാം. ബൈ.